നമസ്കാരം. കെ.എം. എബ്രാഹിമിനെതിരെ കേസെടുത്തിരിക്കുകയാണ് CBI. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിനാണ് കേസ് എടുത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ്. അതേസമയം വിജ്ഞാപന കേരള പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി TM തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K.M. എബ്രാഹിമിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ കെഡിസ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ K.M. എബ്രാഹിമിന്റെ പ്രവർത്തനങ്ങൾ നിയമപരവും ഭരണപരവുമായ ഗുരുതര പ്രശ്നങ്ങൾ ഉയർത്തുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന അംഗീകാരമില്ലാത്ത പദവിയാണ് ഡോക്ടർ K.M. എബ്രാഹിം വഹിച്ചതെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പദവി നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല, സർക്കാർ സർവീസ് ചട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടില്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കെഡിസ്കിന്റെ ബൈലോകൾ വഴി മാത്രമാണ് ഈ പദവി സൃഷ്ടിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ സെക്രട്ടേറിയറ്റിലോ കേരള ബിസിനസ് നിയമങ്ങളിലോ ഇത്തരം അധികാരം നൽകുന്ന ഒരു വിജ്ഞാപനവും ഇല്ല. വിജ്ഞാപന കേരള പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി TM തോമസ് ഐസക്കിനെ നിയമിച്ച സർക്കാർ ഉത്തരവിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ K.M. എബ്രാഹിം തന്നെയാണ് ഒപ്പുവെച്ചത്. സ്വന്തം സ്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ അദ്ദേഹം തന്നെ പുറപ്പെടുവിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 4 നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. അതേസമയം തന്നെ അനധികൃത ചെലവുകൾക്ക് ധനകാര്യ നിയമങ്ങൾ പ്രകാരം തുക തിരിച്ചുപിടിക്കപ്പെടും. ക്രിമിനൽ ഉദ്ദേശം തെളിയിക്കപ്പെട്ടാൽ IPC സെക്ഷൻ 168/169 പ്രകാരം നിയമ നടപടികൾ നേരിടേണ്ടി വരും. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ ഒപ്പിട്ട എല്ലാ നിയമനങ്ങളും ചെലവുകളും പദ്ധതികളും അസാധുവാക്കപ്പെടാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നിയമനവും ഉൾപ്പെടും. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഒപ്പിട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും പ്രത്യേക ഓഡിറ്റിനും ഭരണപരമായ അന്വേഷണത്തിനും വിധേയമാക്കാൻ കോടതി ഉത്തരവിടണമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇത്തരമൊരു പദവി നിയമപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ഔദ്യോഗികമായി സെക്രട്ടറിയുടെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലാണെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ തോമസ് ഐസക് എന്നിവരോട് മറുപടി നൽകാൻ ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും പൊതുഖജനാവിന് മാസം 1 ലക്ഷം രൂപയോളം ബാധ്യതയാകുന്ന നിയമനം റദ്ദാക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങളുമായി തിരുവനന്തപുരം സ്വദേശി A. നവാസ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലായിരുന്നു അമിക്കസ് ക്യൂറി അഞ്ജലി മേനോൻ റിപ്പോർട്ട് നൽകിയത്. യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിജ്ഞാപന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവായി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ നിയമിച്ചതടക്കം വിവാദമായിരുന്നു. അഭ്യസ്തവിദ്യരായ യുവജനങ്ങളെ തൊഴിലിന് പ്രാപ്തരാക്കുകയും തൊഴിലവസരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു പദ്ധതി. ഉപദേഷ്ടാവിന് ഔദ്യോഗിക ആവശ്യത്തിന് സ്വന്തം വാഹനം ഉപയോഗിക്കുന്നതിന് ഇന്ധന ചെലവായി മാസം പരമാവധി 70,000 രൂപ അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. ഡ്രൈവർക്ക് കരാർ നിയമന പ്രകാരം വേതനം നൽകാനായിരുന്നു തീരുമാനം.